സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ഇന്ന് കേസെടുത്തേക്കും. എറണാകുളം സെൻട്രൽ പോലീസിനാണ് നടി പരാതി നൽകിയത്. സൈബറിടങ്ങളിൽ നടിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ആരോപണം. രാഹുലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടക്കം പകർപ്പുകളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. അലി അക്ബർ ഷാ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഈ ബോബി ചെമ്മണ്ണൂരിന് പുറമെ രാഹുൽ ഈശ്വറും ജയിലിൽ പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്തായാലും രാഹുൽ ഈശ്വർ പറയുന്നത് താൻ സ്വയം ആ കേസ് വാദിക്കുമെന്നാണ്. താൻ ഈ ഹണി റോസിനെതിരെ ഒന്നും സഭ്യമല്ലാത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടില്ല, ഒരു പൗരൻ എന്ന നിലയിലുള്ള പ്രതികരണം മാത്രമാണ് താൻ നടത്തിയത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിൻ്റെ ഡിഫൻസ്. എന്തായാലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഈ പരാതി എഴുതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പരാതി കിട്ടിയാൽ സെൻട്രൽ പോലീസിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് കേസ് വരുമോ? എന്താണ് സാധ്യത അലി? അരുൺകുമാർ, ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ് വന്ന ഘട്ടത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ അതിഗുരുതരമായ നിലയിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. അത് ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടും അവരുടെ വ്യക്തിജീവിതത്തെ ഹനിക്കുന്ന നിലയിലുമുള്ള നിരവധി പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെതായി വന്നു. ഇതിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. തന്നെ വ്യക്തിഹത്യ നടത്തുന്ന നിലയിലേക്ക്, തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സംഘടിത ആക്രമണം നടത്താൻ നേതൃത്വം നൽകുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ് രാഹുൽ ഈശ്വർ നടത്തുന്നത്. തന്റെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്കുള്ള ഇടപെടൽ രാഹുൽ ഈശ്വർ നടത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെതിരെയും താൻ നിയമപരമായി നീങ്ങും, നിയമപരമായി ഈ വിഷയത്തെ നേരിടുമെന്ന് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹണി റോസ് ഒരു പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇമെയിൽ മുഖാന്തരമാണ് ഹണി റോസ് ഈ പരാതി അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ബസലിക്കയിലെ പ്രതിഷേധം നടക്കുന്നത് കൊണ്ട് തന്നെ പോലീസിന് രാത്രി വൈകിയാണ് ഈ പരാതി ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി ഉണ്ടാകുമെന്നും അറിയിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ പോസ്റ്റുകൾ തെളിവായി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി ഹണി റോസ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും നിലയിലുള്ള ഒരു പരാതി, ഒരു ലൈംഗികാതിക്രമ പരാതി ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ ആ പരാതിയെ റദ്ദ് ചെയ്ത് കളയുന്ന നിലയിലേക്ക്, പരാതി ഉന്നയിക്കുന്നയാളെ സ്ലക്ഷ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള പ്രതികരണങ്ങളാണ് രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് ചാനലുകളിലെ ചർച്ചകളിലൂടെയും നടത്തുന്നതെന്നും ഹണി റോസ് എന്തായാലും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിനെ പരമാവധി ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹണി റോസിനെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ തുടർച്ചയായി നടത്തുന്നത്. രാഹുൽ പറയുന്നത് എന്തായാലും താൻ മോശമായൊന്നും പറഞ്ഞിട്ടില്ല. ഹണി റോസിന് നിയമപരമായി നീങ്ങിയാൽ തന്നെ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ താൻ തന്നെ ഈ കേസ് വാദിക്കും എന്നൊക്കെയുള്ള പ്രതികരണമാണ് എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നിന്നും നമ്മൾ അറിയുന്നത്. അരുൺ, അലി പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ അവസ്ഥ എന്താണ്? ജയിലിൽ തന്നെ കഴിയുകയാണ്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ജയിൽ അധികൃതരുമായി സഹകരിക്കുന്നുണ്ട്. റിമാൻഡ് തടവുകാർക്കൊപ്പമാണ് അദ്ദേഹം ആ സെല്ലിൽ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ബോബി ചെമ്മണ്ണൂർ അങ്ങോട്ട് പോയി സർക്കാരിനോട് ഒരു ദിവസം ജയിലിൽ കിടക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മറ്റൊരു കാരണമുണ്ടായി ജയിലിൽ പോയി. അപ്പം ഇനി ചൊവ്വാഴ്ച കഴിഞ്ഞല്ലേ ആ കേസ് പരിഗണിക്കൂ അലി? തീർച്ചയായും അരുൺ, ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് നിയമ നടപടി നേരിട്ടിപ്പോൾ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചോദിച്ചത് എന്തായാലും ഇങ്ങോട്ട് കിട്ടിയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തായാലും നിലവിൽ ചൊവ്വാഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു പോലീസിന്റെയും കോടതിയുടെയും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിലെ ഇടപെടലുണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെ വേണം ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരായി വന്നിരിക്കുന്ന ഈ പരാതിയും കാണാൻ. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് ഒരു പബ്ലിക് വിസിബിലിറ്റിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള ഷെയിം കമന്റുകളും കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യുന്ന നിരവധി ആളുകൾ, ബോബിയെ പോലെ അതുപോലെ തന്നെ രാഹുലിനെ പോലെയൊക്കെയുള്ള ആളുകൾക്കൊരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ പോലീസിന്റെ നടപടി എന്ന് പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കോടതിയിലേക്ക് കയറുന്ന ഘട്ടത്തിൽ പോലും വലിയൊരു ആത്മവിശ്വാസം മാധ്യമങ്ങളോട് ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു ബോബി കയറിപ്പോയത്. ആ കോൺഫറൻസിനൊക്കെ പാടെ തച്ച് തകർത്ത് കളയുന്ന നിലയിൽ കൃത്യമായൊരു സന്ദേശം ഇത്തരക്കാർക്ക് നൽകുന്ന നിലയിലായിരുന്നു കോടതിയുടെയും പോലീസിന്റെയും ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഉണ്ടായിരുന്നത്. നിലവിൽ ബോബി വെട്ടിരിക്കുന്നു. ഇനി രാഹുൽ പെടുമോ എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസിന്റെ പരാതിയിൽ ഒരു കേസ് എടുക്കുമോ എന്നതാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാനുള്ള അടുത്ത കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. വരും. ഓക്കെ, താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അലി അക്ബർ ഷാ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, ഹണി റോസ് നയിക്കുന്ന ഈ യുദ്ധത്തിൽ ഒരു വിഭാഗമല്ല ഭൂരിപക്ഷം ആളുകളും ഹണി റോസ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. കാരണം ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം എന്നുള്ളത് അത് അവരുടെ മൗലികമായ അവകാശമാണ്. അക്കാര്യത്തിന്മേൽ ആർക്കും സോഷ്യൽ ഓഡിറ്റിംഗ്
ഷെയറിംഗ് ഒന്നും നടത്താനുള്ള കാര്യമില്ല. നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, നിങ്ങൾ സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കേണ്ട, നിങ്ങൾക്ക് നോക്കണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ എങ്ങനെ പോകണം, എങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ളത് അത് അവർ തീരുമാനിക്കും. അത് അവരുടെ അവകാശമാണ്. അതിനെയൊന്നും തിട്ടൂരം ഇറക്കാനൊന്നും നമ്മളാളല്ല. കാലമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ വ്യക്തിപരമായ അവകാശങ്ങൾ ഒരുപാടുണ്ടെന്നേ നമ്മുടെ നാട്ടിൽ.